അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും എക്കണോമിക് ഡേ പ്രഖ്യാപനവും നടത്തിയത് അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിന് തൊട്ടു പിന്നാലെ അമേരിക്കയ്ക്ക് കടുത്ത സൈനിക മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. തങ്ങൾക്കെതിരായ സാമ്പത്തിക ഉപരോധങ്ങളെയോ നാവിക ഉപരോധങ്ങളെയോ നേരിട്ടുള്ള സൈനിക ആക്രമണമായി കണക്കാക്കുമെന്നാണ് ടെഹ്റാൻ വ്യക്തമാക്കിയത്. റഷ്യൻ വാർത്താ ഏജൻസിയായ സ്പുട്നിക്കിനോട് ഇറാന്റെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ നടത്തിയ വെളിപ്പെടുത്തലിലാണ് ഈ മുന്നറിയിപ്പുള്ളത്. ഇറാനിലേക്ക് സാധനങ്ങൾ എത്തുന്നതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അമേരിക്കയോ സഖ്യസേനയോ നടത്തുന്നത് ഏത് നീക്കവും തങ്ങൾക്കെതിരായ യുദ്ധപ്രഖ്യാപനമായി കാണും. ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ മേഖലയിൽ കനത്ത തിരിച്ചടി നൽകാൻ ഇറാൻ നിർബന്ധിതരാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ ഉപരോധവും ഭീഷണിയും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെയും വ്യാപാര ആവശ്യങ്ങളെയും തങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. പേർഷ്യൻ ഗൾഫിലെയും മധ്യപൂർവേഷ്യൻ മേഖലയിലെയും അമേരിക്കൻ സുരക്ഷാ താൽപര്യങ്ങൾ അപകടത്തിലാകുമെന്നാണ് ഇറാന്റെ നിലപാട്. ഇത് മേഖലയിലെ ഭൗമരാഷ്ട്രീയ നിലനിൽപ്പിനെ പൂർണ്ണമായും തകിടം മറിക്കുന്ന ഒന്നാണ്. അമേരിക്കൻ ഭരണകൂടം അടുത്തിടെ ആരംഭിച്ച ഓപ്പറേഷൻ എക്കണോമിക് ഫ്യൂറി എന്ന സൈനിക സാമ്പത്തിക പദ്ധതിയാണ് നിലവിലെ സംഘർഷത്തിന്റെ പ്രധാന കാരണം. ഇറാന്റെ വരുമാന സ്രോതസ്സുകളായ എണ്ണ വിപണനം, സമുദ്ര ഗതാഗതം, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെ പൂർണ്ണമായും തളർത്താനാണ് ഈ ഓപ്പറേഷനിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇറാന്റെ വൻകിട വ്യവസായങ്ങളെയും വിദേശ ബാങ്കിംഗ് ഇടപാടുകളെയും അമേരിക്ക ലക്ഷ്യമിടുന്നുണ്ട്. അമേരിക്ക തങ്ങൾക്കെതിരെ ഉപരോധം മാത്രമല്ല, ഉപരോധത്തിന് സമാനമായ രീതിയിൽ സമുദ്രപാതകൾ തടസ്സപ്പെടുത്താൻ നാവികശേഷിയും ഉപയോഗിക്കുന്നുവെന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട്. സമുദ്രത്തിലൂടെയുള്ള ചരക്ക് നീക്കം തടയുന്നത് സ്വതന്ത്ര വ്യാപാരത്തിനെതിരായ വെല്ലുവിളിയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഡിപ്ലോമാറ്റിക് വഴികൾ അടയുകയും സംഭാഷണങ്ങൾ നിശ്ചലമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ പുതിയ വാക്പോര് ഉടലെടുത്തത്. പാശ്ചാത്യ രാജ്യങ്ങളുമായി നേരത്തെ ഒപ്പുവെച്ച ആണവ കരാറുകൾ തകർന്നതിന് ശേഷം ഇറാനും അമേരിക്കയും തമ്മിൽ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. പുതിയ ചർച്ചകൾക്ക് സാധ്യതയില്ലാത്ത വിധം ഇരുപക്ഷവും കടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന കടുത്ത നയം പശ്ചിമേഷ്യൻ മേഖലയെ ഒരു വൻ സായുധ ഏറ്റുമുട്ടലിലേക്ക് തള്ളിവിടുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ കരുതുന്നുണ്ട്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തി കീഴടക്കുക എന്നതാണ് ട്രംപിന്റെ തന്ത്രം. എന്നാൽ ഇത്തരം നീക്കങ്ങൾക്ക് മുൻപിൽ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കുകയാണ് ഇറാൻ. അമേരിക്കൻ നീക്കങ്ങൾക്ക് മറുപടിയായി പശ്ചിമേഷ്യയിലെ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെ ഇറാൻ കൂടുതൽ സജീവമാക്കാൻ സാധ്യതയുണ്ട്. യമനിലെ ഹൂതികൾ, ലബനനിലെ ഹിസ്ബുള്ള, ഇറാഖിലെയും സിറിയയിലെയും ഷിയ മിലീഷ്യകൾ എന്നിവരെ ഉപയോഗിച്ച് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ തിരിച്ചടി നൽകാൻ ഇറാൻ തുനിഞ്ഞേക്കാം. ഇത് യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കും. ആഗോള എണ്ണ വിപണിയെയും ഈ നയതന്ത്ര തർക്കങ്ങൾ ദോഷകരമായി ബാധിക്കും. ലോകത്തിലെ പ്രമുഖ എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ ഇറാനെ പൂർണ്ണമായി വിപണിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചാൽ എണ്ണവില കുതിച്ചുയരും. കൂടാതെ ഹോർമസ് കടലിടുക്ക് തടസ്സപ്പെടുത്താൻ ഇറാൻ ശ്രമിച്ചാൽ അത് ആഗോള ഇന്ധന വിതരണ ശൃംഖലയെ തന്നെ അവതാളത്തിലാക്കും. ഗൾഫ് മേഖലയിലെ നിർണായക സാമ്പത്തിക ശക്തികളായ UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഈ സാഹചര്യത്തിൽ വലിയ ആശങ്കയിലാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു സായുധ ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അതിന്റെ ആദ്യ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് ഇത്തരം അയൽ രാജ്യങ്ങൾക്കായിരിക്കും. മേഖലയിലെ വിനോദസഞ്ചാര, സാമ്പത്തിക മേഖലകൾ തകരാൻ ഇത് കാരണമാകും. അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം ഇറാന്റെ കറൻസിയുടെ മൂല്യം വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. വിലക്കയറ്റവും പണപ്പെരുപ്പവും കാരണം ജനജീവിതം ദുസ്സഹമാണ്. എന്നാൽ ഈ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാൻ ആണവ ഗവേഷണവും സൈനിക ശേഷിയും വർദ്ധിപ്പിക്കുക എന്ന ബദൽ മാർഗമാണ് ഇറാൻ ഭരണകൂടം സ്വീകരിക്കുന്നത്. ഇറാനെതിരായ അമേരിക്കയുടെ ഇക്കണോമിക് ഡേ പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയിലും നയതന്ത്ര തലത്തിലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. സമാധാനപരമായ ചർച്ചകൾക്ക് പകരം ഒരു രാജ്യത്തെ പൂർണ്ണമായി സാമ്പത്തിക ഉപരോധത്തിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നത് മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്ന മുന്നറിയിപ്പ് പല രാജ്യങ്ങളും നൽകുന്നുണ്ട്. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ ഉപരോധത്തിനെതിരെ റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികൾ രംഗത്തെത്താനും സാധ്യതയുണ്ട്. ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളായ ചൈന അമേരിക്കൻ നിരോധനങ്ങളെ മറികടന്ന് ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടർന്നേക്കാം. ഇത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിലും പുതിയ വിള്ളലുകൾ ഉണ്ടാക്കും. സമുദ്ര സുരക്ഷയുടെ കാര്യത്തിൽ ലോകം ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ്.
ചെങ്കടലിലും പേർഷ്യൻ ഗൾഫിലും കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ആഗോള വ്യാപാരത്തെ വൻതോതിൽ ബാധിച്ചിട്ടുണ്ട്. ഇറാന്റെ പുതിയ ഭീഷണി കൂടിയായതോടെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത കമ്പനികൾ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കുകയും റൂട്ടുകൾ മാറ്റുകയും ചെയ്യുകയാണ്. ഇറാന്റെ സൈനിക നേതൃത്വം തങ്ങളുടെ മിസൈൽ ശേഷിയും ഡ്രോൺ സാങ്കേതിക വിദ്യയും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട്. അമേരിക്കൻ സൈനിക താവളങ്ങളെയും വിമാനവാഹിനി കപ്പലുകളെയും കൃത്യമായി ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് ഇറാൻ വിപ്ലവകാർഡ് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. പാശ്ചാത്യ ശക്തികളുടെ നയങ്ങൾക്കെതിരെ ഇറാന്റെ ഉള്ളിൽ തന്നെ ദേശീയത ശക്തമായി വളരുന്നുണ്ട്. അമേരിക്കൻ ഭീഷണികൾക്ക് മുൻപിൽ പണയം വെക്കാൻ തങ്ങളുടെ അഭിമാനം തയ്യാറല്ലെന്ന വികാരം ഇറാനിയൻ ജനതയ്ക്കുള്ളിൽ വളർത്താൻ ഭരണകൂടത്തിന് സാധിച്ചു. ഇത് ആഭ്യന്തരമായി ഭരണകൂടത്തിന് ശക്തി പകരുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായ ഇസ്രയേൽ ഇറാന്റെ ഓരോ നീക്കത്തെയും കൗതുകത്തോടെയും ജാഗ്രതയോടെയുമാണ് വീക്ഷിക്കുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ ഇസ്രയേൽ സൈനിക നടപടിക്ക് തുനിഞ്ഞാൽ അതിന് അമേരിക്കയുടെ പിന്തുണയുണ്ടാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അമേരിക്ക പ്രഖ്യാപിച്ച ഓപ്പറേഷൻ എക്കണോമിക് ഫ്യൂറി എത്രത്തോളം വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മുൻപും സമാനമായ ഉപരോധങ്ങൾ ഇറാനെതിരെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും ബദൽ സാമ്പത്തിക മാർഗങ്ങളിലൂടെയും കള്ളക്കടത്തിലൂടെയും ഇറാൻ അതിനെ മറികടന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര ഏജൻസികളുടെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും മധ്യസ്ഥത മാത്രമാണ് നിലവിൽ സംഘർഷം ലഘൂകരിക്കാനുള്ള ഏക വഴി. എന്നാൽ അമേരിക്ക തങ്ങളുടെ കർശന നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകാനോ ഇറാൻ തങ്ങളുടെ സൈനിക ഭീഷണികളിൽ നിന്ന് പിന്മാറാനോ തയ്യാറാകാത്തത് സമാധാന ശ്രമങ്ങളെ അസാധ്യമാക്കുന്നു. ട്രംപിന്റെ ഉപരോധ ഭീഷണിയും ഇറാന്റെ കടുത്ത യുദ്ധ മുന്നറിയിപ്പും പശ്ചിമേഷ്യയെ വൻ ദുരന്തത്തിന്റെ അരികിലെത്തിച്ചിരിക്കുകയാണ്. സാമ്പത്തിക ഉപരോധങ്ങൾ ഒരു പുതിയ അന്താരാഷ്ട്ര യുദ്ധത്തിന് വഴിമരുന്നിടുമോ അതോ അവസാന നിമിഷത്തിൽ നയതന്ത്രം വിജയം കാണുമോ എന്ന് കണ്ടറിയണം. ഏതായാലും വരും ദിവസങ്ങൾ മേഖലയിലെ ഭൗമരാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന കാര്യം ഉറപ്പാണ്.